ാണ്. ഒരു വീട്ടിലൊരു പെണ്ണുള്ളത് എന്തൊരു ഐശ്വര്യമാണ്. ആ വീട്ടിൽ പെണ്ണായിട്ടൊരു അമ്മയോ അമ്മുമ്മയോ കാമുകിയോ പെങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീടിനെന്നും വെളിച്ചമാണ്. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യുമ അമൃതംഗമയ, അതിലും വലിയ ഗമയാണ് നിങ്ങൾക്കൊക്കെ എന്ന് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും സ്ത്രീകളോട് അടുത്ത് നിൽക്കുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് പല കുടുംബങ്ങളിലും അമ്മമാര് ആവറേജും അച്ഛന്മാര് ബീവറേജുമാണ്. ഈ ആവറേജും ബീവറേജും കൂട്ടിയിടിക്കുമ്പോഴാണ് ഫുൾ കവറേജ് പത്രത്തിൽ ഉണ്ടാകുന്നത്. പക്ഷെ സ്ത്രീ ഒരു ധൈര്യശാലിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ആ പുരുഷൻ എപ്പോഴും ഒറ്റക്കല്ല പോകുന്നത്, ഒരു കൂട്ടുകാരനെയും കൂടി കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അത് നിശ്ചയം ഉറപ്പിക്കുമ്പോഴും അല്പം ചില കൂട്ടുകാരും പിന്നെ ചില വേണ്ടപ്പെട്ട ബന്ധുക്കളും 2 നാട്ടുകാരെയും കൂടി കൊണ്ടാണ് പോകുന്നത്. ഇനി വിവാഹം കഴിക്കാൻ ചെല്ലുമ്പോൾ നാട്ടുകാരെയും ബന്ധുക്കളെയും കൂട്ടുകാരെയും ലോകമെമ്പാടുമുള്ള VIP-കളെയും വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ അവൾ വരുന്നത് ഒറ്റക്കാണ് അവളുടെ വീട് വിട്ട്. അത് വെച്ച് നോക്കുമ്പോൾ അവൾ എന്തോരം ധൈര്യമുള്ളതാണ്. സ്ത്രീക്ക് ധൈര്യമുണ്ട്. നമ്മളെപ്പോഴും സ്ത്രീയെ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടപ്പെട്ട സ്ഥാനം നമ്മൾ കൊടുക്കുന്നു. ആകെ ഉണ്ടായിരുന്നത് റേഷൻ കാർഡിൽ മാത്രമാണ് ഗൃഹനാഥൻ നിറഞ്ഞും സിംഹത്തെ പോലെ നിന്നിരുന്നത്. അവിടെ നിന്നും തട്ടിയെടുത്ത് അവിടെയും സ്ത്രീ എത്തിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു യോഗം ആരംഭിക്കുമ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വൃദ്ധ ദമ്പതികൾ, കാമുകി കാമുകന്മാർ, വധൂവരന്മാർ, മാതാപിതാക്കൾ, എവിടെയും പെണ്ണിന്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ ആണിന്റെ പേര് പറയുന്നത്. സ്ത്രീകൾ എല്ലാ രംഗത്തും വന്നു. സ്ത്രീകളൊന്ന് കുറിച്ച് നോക്കി. സ്ത്രീകൾ എങ്ങനെയാണ്? അവള് ചെറിയ പ്രായത്തിൽ ചെറിയ സൈക്കിൾ ഓടിക്കുന്നു, പിന്നീട് അവൾ സ്കൂട്ടർ ഓടിക്കുന്നു, പിന്നെ അവൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നു, പിന്നീട് അവൾ കാർ ഓടിക്കുന്നു, പിന്നീട് അവൾ കണ്ടെയ്നർ ഓടിക്കുന്നു, പിന്നെ ആംബുലൻസ് ഓടിക്കുന്നു, പിന്നെ അവള് ഫ്ലൈറ്റ് ഓടിക്കുന്നു. അവിടെ കെട്ടിച്ചു വിട്ട് അത് തന്നെ അവിടെ ചെന്ന് അമ്മായിയമ്മനെയും നാത്തൂരെയും ഓടിക്കുന്നു. എല്ലാ രംഗത്തേക്കും സ്ത്രീകൾ വന്നു. എവിടെയാണ് സ്ത്രീകൾ വരാത്തത്? എല്ലാ രംഗത്തും സ്ത്രീകൾ നിറഞ്ഞു നിൽക്കുക. സ്ത്രീകൾ വരാത്ത ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. എവിടെയാ? ഫയർഫോഴ്സ്. എന്താ കാര്യം? സ്ത്രീക്ക് തീ കൊളുത്താൻ മാത്രമേ അറിയൂ, അണക്കാൻ അറിയില്ല. അപ്പൊ അവിടെയും ആര് നിറഞ്ഞു നിൽക്കണം? സ്ത്രീ നിറഞ്ഞു നിൽക്കണം. പക്ഷെ പൊതുവെ നമ്മൾ പറഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ വിളക്ക് തന്നെയാണ്, പുരുഷനോ വെറും തീപ്പെട്ടി മാത്രമാണ്. അപ്പൊ സ്ത്രീയെ നമ്മൾ എപ്പോഴും ആരാധിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക.